So guys and welcome back. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ കുറെ അടിപൊളി ഫേമസ് ആയിട്ടുള്ള മലയാള സിനിമാ നടന്മാർക്ക് മെസ്സേജ് അയക്കാൻ പോവാണ്. എവിടെ? ഇൻസ്റ്റാഗ്രാം. സിനിമാക്കാർ മാത്രമല്ല, ഫുട്ബോൾ താരങ്ങൾ അല്ല, അങ്ങോട്ട് മാറിയില്ലേ, പാട്ടുകാർ, ഡാൻസുകാർ, ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ മെസ്സേജ് ഇട്ട് നോക്കും. അപ്പോൾ ഒരു 3 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റോറി ആയിട്ടിടും. അപ്പോൾ ആരെങ്കിലും ഒക്കെ സ്റ്റോറി കണ്ടിട്ടെങ്കിൽ നമുക്ക് റിപ്ലൈ തരുമെന്ന് നോക്കാം. സോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പരിപാടി, ഈ സ്റ്റോറിക്ക് ഞാൻ കുറേ പേരെ ടാഗ് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമാ നടന്മാർ, പാട്ടുകാർ, ഡയറക്ടേഴ്സ്, അങ്ങനെ. അപ്പോൾ അവർക്കെല്ലാം ഞാൻ ഓരോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി കണ്ടിട്ട് ആരൊക്കെ നമുക്ക് റിപ്ലൈ തരും നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം നീ മമ്മൂട്ടിക്ക് ഒരു മെസ്സേജ് ഇട്ടേ. ഐ മീൻ മമ്മൂക്ക സാർ, നിങ്ങൾ ഒരു നല്ല അടിപൊളി നടനാണ്. അഥവാ അതേ സംഘം നമ്മുടെ ലാലേട്ടൻ കൂടെ വെച്ചു. ഇനി ഡി ക്യു എന്ന് തയ്ക്കുക. യോഗ ചാപ്റ്റർ 2 ഒടിയനായിട്ട് വരുമോ? ഒരു റിപ്ലൈ തരണം പ്ലീസ്. മറ്റേ മൊട്ടത്തായാലും പാടിയ ആൾക്കും കൂടെ മെസ്സേജ് ഇട്ടാലോ. ഹാപ്പി മുസ്തഫ. നോ വെയിറ്റ്, നമുക്ക് ഹാജി മുസ്തഫനെ വിളിച്ചാലോ. അപ്പോ ഹാജി മുസ്തഫ സേട്ടൻ, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടോ? നമുക്കൊന്ന് വിളിച്ചും കൂടെ നോക്കാം. റിപ്ലൈ, ഇത് കോൾ എടുക്കുവാണെങ്കിൽ അതൊരു മെസ്സേജ് റിപ്ലൈ പോലെ നമ്മൾ കൂട്ടും. 9847 കോളിംഗ് ഹാജി മുസ്തഫ ജി. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഓക്കെ, കുഴപ്പമില്ല, എടുത്താനെ. പാവണ വിളി, മൊട്ടത്തൈലും വാങ്ങി തെച്ചോളി വേഗം. അപ്പൊ നമ്മൾ ഇനി കുറെ നടന്മാർക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യാൻ പോകണം. മെസ്സേജ് നമുക്ക് തിരിച്ച് റിപ്ലൈ തരാൻ സാധ്യതയുള്ള നടന്മാർക്ക് നമ്മൾ അയക്കാൻ പോകണം. എല്ലാ ഫേമസ് നടന്മാർക്ക് പോയാൽ എല്ലാവരും നമുക്ക് റിപ്ലൈ തരാൻ ഒരു സാധ്യതയില്ല. യു നോ വാട്ട് ഐ മീൻ. അപ്പോ ഗൈസ് നമ്മൾ കുറെ അടിപൊളി സിനിമാ നടന്മാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് ആർക്കൊക്കെ റിപ്ലൈ തരുന്നു. നമ്മൾ ഈ ഡ്രസ് ഒന്നും മാറുന്നില്ല കേട്ടോ. നാളെ അങ്ങനെ നമ്മുടെ സ്റ്റോറി 10,000 പേരൊക്കെ കണ്ട്. അപ്പോൾ ആരൊക്കെ റിപ്ലൈ തന്നു എന്ന് ഞാനിപ്പോ കാണിക്കാം. ലെറ്റ് us go. അപ്പോ നമുക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചു നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ മെസ്സേജ് എടുത്ത് നോക്കൂ. ഗൈസ്, 2 പേരുടെ ഐ മീൻ ചാറ്റ്, 3 ചാറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം. ഓ മൈ ഗോഡ്, എടാ മോനെ, ഈ പുള്ളി ബിജുക്കുട്ടൻ ചേട്ടൻ. അതിൻ്റെ അകത്ത് മോഹൻലാൽ സിനിമയ്ക്കകത്ത് അങ്ങനെ കുറെ അടിപൊളി സിനിമ തന്നെ നമ്മുടെ ഈ നടനെ അറിയാത്ത ഏത് മലയാളിയാണല്ലോ ഉള്ളൂ. പുള്ളി നമുക്ക് ഞാൻ അയച്ച മെസ്സേജിന് 2 സ്മൈലി ചിരിക്കുന്നതായിട്ട് തിരിച്ച് റിപ്ലൈ ഇട്ടു. കുഴപ്പമില്ല, അത് നല്ലൊരു റിപ്ലൈ ആയിട്ട് നമ്മൾ കൂട്ടുന്നു. പിന്നെ ഒരു നടനല്ല, പാട്ടുകാരനല്ല, ഡയറക്ടർ അല്ല, അമൽ ബി.എൻ. അൻവർ. പുള്ളി ആരാന്ന് നിങ്ങൾക്കറിയാവോ? AMD. നിങ്ങൾക്ക് AMD സാർ, ഐ മീൻ AMD മാനെ അറിയാം. പുള്ളി നമുക്ക് കണ്ടിട്ടുണ്ട് സം ഓഫ് യുവർ വീഡിയോസ്. യെസ്, W കുഞ്ഞിനെന്തും വരും, അല്ല W അമൽ ബി.എൻ. അൻവർ. പിന്നെ നമുക്ക് റിപ്ലൈ അയച്ചു. ഞങ്ങളുടെ ഒരു കസിനാണ് മെസ്സേജ്. നിനക്ക് എന്നെ കൂടെ മെൻഷൻ അടിക്കാൻ വേണ്ടി എടുത്തു. പ്രതീക്ഷിച്ചു പോയി മെസ്സേജ് നോക്കി എന്നെ വേണം പറയാൻ. No, he's our brother. അപ്പോ നമുക്ക് ബിജുക്കുട്ടൻ സാർ, പിന്നെ അമൽ B.N. അൻവർ നമുക്ക് റിപ്ലൈ വന്നിരിക്കുന്നത്. അതേപോലെ സ്റ്റോറി കണ്ടവരുടെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്, പക്ഷെ നമ്മൾ പറയണോ? MHR, നമ്മുടെ MHR മാൻ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ കണ്ടിട്ടില്ല. ഈശ്വന്റെ മാതാവേ. നോബി മർക്കോസ് സയർ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി നമുക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ 2 പേരാണ് റിപ്ലൈ തന്നിരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചർ വീഡിയോസ് ആയാലും നമുക്ക് റിപ്ലൈ തരും നോക്കാം. അപ്പൊ ഇതുകൊണ്ട് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കൊരു ഗോൾ ഉണ്ട്, 1000 ഹൈപ്പ് കിട്ടാൻ. ഒരാൾ ഹൈപ്പ് ചെയ്യുമ്പോൾ തന്നെ 50 പോയിന്റ് ആവും. ഒരാൾക്ക് 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യാം, അപ്പൊ 150 ആവും. അങ്ങനെയെങ്കിൽ 1000 എത്തിച്ചാൽ മതി. So guys, please come on, let's go. Vamos. ഇനി നമ്മൾ ഇതുപോലെ സിനിമാപരമായ കണ്ടന്റുകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.